പ്രേമിക്കുമ്പോൾ നന്മയല്ലേ കാണത്തുള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും നീ ഓടി ഓടുന്നു, എൻ്റെ ഏട്ടന് ഭയങ്കര ഗ്ലാമറാണ്, ആ ചേട്ടൻ്റെ സംസാരം രസം, അതേ പറയത്തുള്ളൂ. ബുദ്ധിമുട്ടറിയണം, മണം അറിയണം, ഇതൊക്കെ അറിഞ്ഞിട്ട് ഇത് അനുഭവിക്കുമ്പോൾ അയ്യോ ഇതെൻ്റെ പരിപാടി അല്ല കേട്ടോ എന്നാണ് തീരുമാനം വരുന്നെങ്കിൽ അത് മാറിയേക്കുക. ഇനി അതല്ല, അത് ഓക്കെ ആണെങ്കിൽ, ഈ ഒരു മോശം കണ്ടീഷനും എനിക്ക് സ്വീകരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കി എന്തും ഓക്കെയാണ്. ഞാൻ അനുഭവിച്ച വേദന വേറൊരു കുട്ടി അനുഭവിക്കരുത്. 10ാം ക്ലാസ്സിൽ പത്രം ഇട്ട് പോയി ഞാൻ പരീക്ഷ എഴുതിയ ആളാണ്. രാവിലെ പത്രം ഇട്ടിട്ട് പബ്ലിക് എക്സാം എഴുതാൻ പോയത്. അന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ആരെങ്കിലും ഒരാൾ സ്പോൺസർ ചെയ്യാണ്ടായിരുന്നു ഇത്രയും കഷ്ടപ്പെടാൻ. ഫേസ്ബുക്കിലൊക്കെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഫ്രണ്ട്സ് ഉണ്ട്, ഒരാവശ്യം വിളിച്ച ഫ്രണ്ട്സ് ഒന്നും കാണത്തില്ല. ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയം നോക്കുക, ഒരാൾ മേലെ കിടക്കുന്ന സമയത്ത് കൂടെ നിൽക്കാൻ ആരും കാണത്തില്ല. അപ്പോൾ ആ സമയത്ത് ചോദിക്കുമ്പോൾ അവർ പറയും അയ്യോ ലീവില്ല, സമയമില്ല, തിരക്കാന്നൊക്കെ പറയും. ആൾ മരിച്ചാലോ പിന്നെ 16 ദിവസം വീട്ടിൽ വന്ന് നിൽക്കുക അടിയന്തരം വരെ. അപ്പം എങ്ങനെയാണ് ലീവ് ഉണ്ടായേ? അപ്പോഴെങ്ങനെ സമയം ഉണ്ടായേ? ജീവിച്ചിരിക്കുമ്പോൾ കാണിക്കാത്ത സ്നേഹം മരിച്ചു കഴിഞ്ഞിട്ട് എന്തിനാണ് കാണിക്കുന്നത്? നമ്മളൊരു പ്രഹസനമായി മാറിയിട്ടില്ലേ? ഞാൻ ഈ വീഡിയോ ചെയ്തപ്പോൾ ഇതിൻ്റെ അടി വന്ന കമൻറ്റിൽ ഒരാൾ പറഞ്ഞതാണ്, എൻ്റെ ബാപ്പ ജീവിച്ചിരുന്ന സമയത്ത് ഞാൻ ചോദിച്ചപ്പോൾ ഒരാളും സഹായിക്കാനും വന്നില്ല, കൂടെ നിന്നില്ല. മരിച്ചു കഴിഞ്ഞപ്പോൾ കുറേ പൈസ കൊണ്ടുവന്നു തന്നു. ബാപ്പ ജീവിച്ചിരുന്ന സമയത്ത് കിട്ടിയിരുന്നെങ്കിൽ, ബാപ്പയ്ക്ക് സമയത്തിന് മരുന്നും ഫുഡും മേടിച്ചു കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ബാപ്പ ഇപ്പം എൻ്റെ ഒപ്പം കണ്ടേനെ. പലരും പറഞ്ഞൊരു കംപ്ലൈൻറ്റ് കേട്ടിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു കഴിവുമില്ല. ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവർക്ക് അത്ഭുതം സൃഷ്ടിക്കാം. ആവറേജുകാരാണ് അത്ഭുതം സൃഷ്ടിക്കുന്നത്. കോട്ടയം കളക്ടറേറ്റ് ഞാൻ ഒരിക്കൽ കളക്ടറെ കാണാൻ വേണ്ടി പോവുക. അപ്പം വയ്യാത്ത പോളിയോ വന്ന് ബാധിച്ച് 2 കാലം തളർന്നുപോയ മനുഷ്യൻ ഒരു മുച്ചക്ര സ്കൂട്ടർ അവിടെ വന്നു. അദ്ദേഹത്തിന് അവിടെ എങ്ങും പാർക്ക് ചെയ്യാൻ സ്പേസ് ഇല്ല. എന്നിട്ട് അവിടെ ഇടയില്ലാഞ്ഞിട്ട്, കാരണം അവിടെ അടുത്തെല്ലാം ഉദ്യോഗസ്ഥരൊക്കെ വണ്ടി പാർക്ക് ചെയ്തേക്കുക. അത് തൊട്ടപ്പുറേ ജില്ലാ പഞ്ചായത്തിനോടെ കൊണ്ട് വണ്ടി ഇട്ടിട്ട് എഴഞ്ഞ വരുന്നത്. ആ മനുഷ്യൻ എഴഞ്ഞാണ് നമ്മുടെ ചങ്ക് പെടയും. എനിക്ക് ആ മനുഷ്യൻ എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് കൈകളുണ്ടായിരുന്നു, ഞാൻ എടുത്തേനെ. അങ്ങനെ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിൻ്റെ വീട്ടിൽ ഞാൻ രാവിലെ പോയി കംപ്ലയിൻറ്റ് കൊണ്ടേ കൊടുത്തു. 3-4 മാസത്തിനകം ഉത്തരവ് വന്നു. കേരളത്തിലെ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ഭിന്നശേഷിക്കാർക്ക് പ്രത്യേക പാർക്കിംഗ് സൗകര്യം. പലപ്പോഴും ഇപ്പോഴത്തെ ഈ ന്യൂജനെ കുറിച്ചൊരു കംപ്ലയിൻ്റ് ഇല്ലേ, അവർക്ക് ചലഞ്ചസ് ഇല്ല എന്നുള്ളത്. ഈ ജെൻസി പിള്ളേരെ കുറിച്ച് കമ്പനികളുടെ കംപ്ലയിൻറ്റ് എന്താണെന്നറിയോ? പകൽ വന്നിരുന്ന് ഉറങ്ങുമോ, കമ്മിറ്റ്മെൻറ്റ് കുറവാണ്, 3 മാസമൊക്കെ പണിയെടുക്കത്തുള്ളൂ, അതിന് വേറെ കമ്പനിക്ക് പോവുക, നിൽക്കുന്നില്ല. അതിൻ്റെ കാര്യം വെച്ചാൽ ഇവർ ലൈഫിൽ ഇതുവരെ ചലഞ്ച് അനുഭവിച്ചിട്ടില്ല. ഹിപ്നോട്ടിസം എന്ന് പറയുന്നത് ആക്ച്വലി ഒരു മൈൻഡ് റീഡിങ് തന്നെയല്ലേ? നമ്മൾ സ്റ്റേജിൽ കണ്ടിരിക്കുന്ന ഹിപ്നോട്ടിസം എന്ന് പറഞ്ഞാൽ പൊതുവെ ഇങ്ങനെ ഒരു ഉറക്കിയിട്ട് ഒന്നെങ്കിൽ പേര് മറപ്പിക്കുക, പ്രേതത്തെ കാണിപ്പിക്കുക, മുമ്പിൽ ഇരിക്കുന്ന ആളെ ന്യൂഡായിട്ട് കാണിപ്പിക്കുക, ഇങ്ങനെയൊക്കെ പല പരിപാടി ചെയ്യുന്നുണ്ട്. അത് ഹിപ്നോട്ടിസത്തിൻ്റെ എൻ്റർടൈൻമെൻറ്റ് വെർഷൻ മാത്രമാണ്. ശരിക്കും ഹിപ്നോട്ടിസം എന്ന് പറയുന്നത് ശരിക്കും ഫോക്കസ്ഡ് അറ്റൻഷനിലേക്ക് നമ്മൾ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ്. കാല് മാറുന്ന സമയത്ത് 1 മാസം എനിക്ക് കാലിന് ഭയങ്കര വേദനയാണ്. ഇതിങ്ങനെ സെറ്റായി വരാൻ ഭയങ്കര പാടാണ്. ഇടയ്ക്കിടയ്ക്ക് പൊട്ടും, ചിലപ്പോൾ ഇൻഫെക്ഷൻ വരും, ചിലപ്പോൾ എനിക്ക് 1-2 ആഴ്ചയൊക്കെ കാലൂരി വെച്ചിരിക്കേണ്ടി വരും. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. ഓക്കെ. ഇപ്പം അനീഷ് പറഞ്ഞതിനകത്ത് വേറൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. ചില ആൾക്കാർക്ക് ഇഷ്ടം ഭയങ്കര പാഷനേറ്റ് ആയിട്ട് അവർക്ക് തോന്നുന്ന ഒരു സംഭവമുണ്ട്. പക്ഷേ അവരതിൽ ചിലപ്പോൾ അത്രയും കഴിവൊന്നും അവർക്ക് ഉണ്ടാവില്ല. അവരുടെ ആഗ്രഹം അവർക്ക് അത് ചെയ്യണം എന്നുള്ളതാണ്. പക്ഷെ ശരിക്കും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് കഴിവ് വേറെ എന്തിനോടെങ്കിലും ആയിരിക്കും. ഇവർ തന്നെ അത് തിരിച്ചറിയുന്നില്ല. മറ്റുള്ളവർ എന്ന ഒരുപാട് പേര് അപ്രീസിയേറ്റ് ചെയ്യുന്നുണ്ടെന്ന് വെച്ചു, നിനക്ക് ഇത്ര കഴിവുണ്ടല്ലോ. അങ്ങനെ എത്ര അപ്രീസിയേഷൻ കിട്ടിയാലും ഇവർ അതിനെ വില വയ്ക്കുന്നില്ല. എനിക്കിതായാൽ മതി എന്ന് പറഞ്ഞ് ഇവർ വേറെ ട്രാക്കിലൂടെ പോകുന്ന അത്തരത്തിലുള്ള ആൾക്കാരെ അപ്പം എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക? ഏറ്റവും നല്ല മാർഗ്ഗം ഒന്ന് അസസ്മെന്റ് ചെയ്യുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. ഈ അസസ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു സയന്റിഫിക്കലി അറിയാം ഇതങ്ങനെയാണോ എന്നറിയാം. ഒന്ന്. രണ്ടാമത്തെ ഓപ്ഷൻ എന്നുള്ളത് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്ന് പറയും. ഇവരെ ഈ സംഭവം ചെയ്യാനായിട്ട് വിടണം. ഫോർ എക്സാമ്പിൾ, അതായത് അവർ പാഷനേറ്റ് ആയിട്ടുള്ള എന്താ അതിലേക്ക് വിടണം. ഫോർ എക്സാമ്പിൾ, ആൾക്ക് താല്പര്യം നേഴ്സ് ആകാനാണെന്ന് വിചാരിക്കുക. ഓക്കെ. ഒരു നേഴ്സിൻ്റെ ഒരു സ്ഥാപനം, അതൊരു ക്ലിനിക്കാകാം, ഹോസ്പിറ്റലാകാം, എന്തുമായിക്കോട്ടെ, അവിടെ ഒരു 1 വീക്ക് 2 വീക്ക് പ്രാക്ടീസിന് വിടണം. കാരണം ആ പ്രാക്ടീസിന് വിടുന്ന സമയത്ത് ഇപ്പോൾ, അല്ലെങ്കിൽ വേറെ ഉദാഹരണം എടുത്താൽ, ഇപ്പം ഓട്ടോമൊബൈൽ താല്പര്യമുള്ള വ്യക്തി വിചാരിക്കുക, ഓട്ടോമൊബൈലാണ് പുള്ളിയുടെ താല്പര്യമെങ്കിൽ വർക്ക്ഷോപ്പിൽ പോകണം. ഒരു 3 ആഴ്ച വർക്ക്ഷോപ്പിൽ പോയി നിൽക്കട്ടെ. കാരണം നമ്മൾ ഈ ഇഷ്ടം പറയുമ്പോൾ നല്ലതേ കാണത്തുള്ളൂ, കുറവ് കാണത്തില്ല. പ്രേമിക്കുമ്പോൾ നന്മയല്ലേ കാണത്തുള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും നീ ഓടി ഓടുന്നു, എൻ്റെ ഏട്ടന് ഭയങ്കര ഗ്ലാമറാണ്, ആ ചേട്ടൻ്റെ സംസാരം രസം, അതേ പറയത്തുള്ളൂ. അപ്പം ജീവിച്ചു തുടങ്ങുമ്പോഴാണ് കുറ്റം കാണത്തുള്ളൂ. ഇവരവിടെ പോയി എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നേഴ്സിംഗ് ഭയങ്കര എളുപ്പമുള്ള പണിയാണെന്നോ ഇഷ്ടംപോലെ പൈസ കിട്ടുന്നതാണെന്നായിരിക്കും ചിന്ത. ഓട്ടോമൊബൈൽ എന്ന് പറഞ്ഞാൽ നല്ല സുഖമുള്ള പരിപാടിയാണ്. അവിടെ പോയിട്ട് അതിൻ്റെ ചൂടറിയണം, ബുദ്ധിമുട്ടറിയണം, മണം അറിയണം, ഇതൊക്കെ അറിഞ്ഞിട്ട് ഇത് അനുഭവിക്കുമ്പോൾ അയ്യോ ഇതെൻ്റെ പരിപാടി അല്ല കേട്ടോ എന്നാണ് തീരുമാനം വരുന്നെങ്കിൽ അത് മാറിയേക്കുക. ഓക്കെ. ഇനി അതല്ല, അത് ഓക്കെ ആണെങ്കിൽ, ഈ ഒരു മോശം കണ്ടീഷനും എനിക്ക് സ്വീകരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കി എന്തും ഓക്കെയാണ്. ആ ചെയ്യാൻ പോകുന്ന ജോലിയുടെ എക്സ്ട്രീം ആയിട്ടുള്ള മോശാവസ്ഥയാണ് തിരിച്ചറിയേണ്ടത്. എന്നിട്ട് വേണം ഡിസിഷനിലേക്ക് പോകാൻ. ഓക്കെ. കല്യാണത്തിന് ഇതേ ഭാഗം തന്നെ കേട്ടോ. അതായത് സ്നേഹിക്കുന്ന ആളില്ലേ, ഈ പുള്ളിയായിട്ട് ജീവിക്കാൻ പോകുമ്പോൾ ഏറ്റവും എക്സ്ട്രീം സംഭവിക്കാൻ പോകുന്നത് എന്താ നോക്കുക. അത് ഓക്കെയാണ്, പിന്നെ ജീവിക്കാൻ പാടില്ല. എൻ്റെ കല്യാണം ആലോചിച്ചപ്പോൾ വൈഫിനോട് പറഞ്ഞ കാര്യം ഇത്. നീ ഇപ്പം ഞാനിങ്ങനെ ഓടി നടക്കുന്ന ആളാ, 50-ാം വയസ്സ് ചിലപ്പോൾ ഞാൻ വീൽ ചെയറിലായിരിക്കും, ചിലപ്പോൾ ഈ കാലൊന്നും വെക്കാൻ പറ്റുന്ന എനിക്ക് ഉറപ്പൊന്നുമില്ല. ആ സമയം എന്നെ സ്വീകരിക്കാൻ തയ്യാറാണോ?
പുള്ളിക്കകത്ത് ആലോചിച്ചിട്ട് ഓക്കെ എന്നാ എന്നാൽ നമുക്ക് കല്യാണം കഴിച്ചാലോ എന്ന തീരുമാനം വന്നത്. ഇതേ സാധനം തന്നെ കരിയറിൽ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്. പിന്നെ ഇതിനകത്ത് രണ്ടാമതൊരു ഭാഗം ഉണ്ട് കേട്ടോ. ഈ പാഷനേറ്റ് ആണ്, പക്ഷേ ചിലർക്ക് ഈ പാഷനെ വിജയിപ്പിക്കാനതില്ല. ഞങ്ങളുടെ ആപ്തവാക്യം എന്ന് പറഞ്ഞാൽ പാഷനെ പ്രൊഫഷനാക്കി പ്രോഫിറ്റ് ഉണ്ടാക്കണം. പാഷനെ പ്രൊഫഷനാക്കി പ്രോഫിറ്റ് ഉണ്ടാക്കണം. പലർക്കും പാഷനായിട്ടുള്ള നിൽക്കത്തുള്ളൂ, പ്രോഫിറ്റ് ഉണ്ടാക്കാറില്ല. ഇത് കഴിവുണ്ടായിട്ടാണെന്ന് വിചാരിക്കുക. കഴിവുണ്ട്, എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് കഴിഞ്ഞപ്പോൾ കഴിവുണ്ട്. അങ്ങനെയാണെങ്കിൽ ലിമിറ്റിംഗ് ബിലീഫ് ആയിരിക്കും. ഞാൻ ചെയ്താൽ തെറ്റിപ്പോകുമോ, സ്റ്റേജിൽ കയറി ഞാൻ പറഞ്ഞാൽ തെറ്റുമോ, ഞാൻ പറഞ്ഞാൽ ആൾക്കാർ ഇത് മേടിക്കുമോ എന്നുള്ള ഭയമായിരിക്കും. അത് നമ്മുടെ ഉള്ളിൽ സബ് കോൺഷ്യസിൽ കിടക്കുന്ന ചില ഭയങ്ങൾ കൊണ്ട്, പണ്ടുണ്ടായ ലിമിറ്റിംഗ് ബിലീഫോ ചില ട്രോമകൾ കൊണ്ടോ ചില പരാജയ ഭീതികൾ കൊണ്ടാണ്. അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ ഹിപ്നോട്ടിസം കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ ഹിപ്നോതെറാപ്പിസ്റ്റ്. അതെ, ആണോ? ഓ, അതുകൊണ്ടാണോ ഹിപ്നോട്ടിസം എന്ന് പറയുന്നത്? ആക്ച്വലി ഒരു മൈൻഡ് റീഡിങ് തന്നെയല്ലേ? പക്ഷേ അല്ല, ആർക്കും ആരുടെ മൈൻഡ് വായിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ കാണുമ്പോൾ നമ്മൾ സിനിമയിലൂടെയൊക്കെയാണല്ലേ കാണുന്നത്. നിങ്ങൾ ഉറങ്ങുകയാണ് അങ്ങനെ നമ്മളെ ഉറക്കി കിടത്തിയിട്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ഉണർത്തി ആ സബ് കോൺഷ്യസ് മൈൻഡുമായിട്ടുള്ള ഒരു ചാറ്റിംഗ്, ഒരു ഇന്ററാക്ഷൻ ആണ് ഹിപ്നോട്ടിസം അല്ലേ? അപ്പം ആ സബ് കോൺഷ്യസ് മൈൻഡിനെ സംസാരിക്കാൻ പറയുമ്പോൾ നമ്മുടെ മനസ്സ് തന്നെയല്ലേ അല്ലേ? അപ്പൊ ആ മനസ്സുമായിട്ടുള്ള ഒരു ചാറ്റിംഗ്, ഒരു ഇന്ററാക്ഷൻ ആണ് ആക്ച്വലി. അപ്പൊ അതിന് എന്തുകൊണ്ട് അപ്പൊ അങ്ങനെയാണ് അനീഷ് ഇത്രയും ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്? എന്തുകൊണ്ടാണ്? ഇതിനകത്ത് നമ്മളിപ്പോൾ പറഞ്ഞതല്ലേ, നമ്മൾ സ്റ്റേജിൽ കണ്ടിരിക്കുന്ന ഹിപ്നോട്ടിസം എന്ന് പറഞ്ഞാൽ പൊതുവെ ഇങ്ങനെ ഒരു നുറക്കിയിട്ട് ഒന്നെങ്കിൽ പേര് മറപ്പിക്കുക, പ്രേതത്തെ കാണിപ്പിക്കുക, മുമ്പിൽ ഇരിക്കുന്ന ആളെ ന്യൂഡായിട്ട് കാണിപ്പിക്കുക, ഇങ്ങനെയൊക്കെ പല പരിപാടി ചെയ്യുന്നുണ്ട്. അത് ഹിപ്നോട്ടിസത്തിൻ്റെ എൻ്റർടൈൻമെൻറ്റ് വെർഷൻ മാത്രമാണ്. ശരിക്കും ഹിപ്നോട്ടിസം എന്ന് പറയുന്നത് ശരിക്കും ഫോക്കസ്ഡ് അറ്റൻഷനിലേക്ക് നമ്മൾ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ്. അതായത് നമുക്ക് ഈ ട്രാൻസ് എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലേ? ട്രാൻസ് അതായത് നമ്മൾ ഉണർന്നിരിക്കുന്ന അവസ്ഥ, ഉറങ്ങുന്ന അവസ്ഥ, ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സ്റ്റേജ് ഉണ്ട്, ട്രാൻസ് എന്ന് പറയും. അപ്പോൾ നമ്മുടെ ബ്രെയിൻ വേവ്സിൽ ചേഞ്ചസ് ഉണ്ട്. നമ്മൾ EEG എടുത്ത് നോക്കിയാൽ മതി. നമ്മൾ ഉണർന്നിരിക്കുമ്പോഴുള്ള ബ്രെയിൻ വേവ്സ് അല്ല ഉറങ്ങുമ്പോൾ. ഈ വേവിലെ തീറ്റ വേവ് ഉണ്ട്. തീറ്റ വേവിലാണ് ട്രാൻസിൽ എത്തുന്നത്. ഈ ട്രാൻസിൽ എത്തിക്കഴിയുമ്പോൾ സജസ്റ്റബിലിറ്റി വളരെ ഹയർ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, രമ്യ ചേച്ചിയെ ഞാനിപ്പോൾ ട്രാൻസിലേക്ക് കൊണ്ടുപോയാൽ പിന്നെ ഞാൻ തരുന്ന സജഷൻസ് സ്വീകരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. 100% അല്ല, സാധ്യത കൂടുതലാണ്. ഈ സമയത്ത് ഞാൻ പറയുകയാണ്, താങ്കളുടെ പേര് മറന്നു പോകുന്നു, ഇനി മുതൽ താങ്കളുടെ പേര് നയൻതാര എന്നാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ ഓട്ടോമാറ്റിക്കലി നയൻതാര നിങ്ങോട്ട് പറയും. താങ്കളുടെ മുമ്പിൽ ഇപ്പോൾ മോഹൻലാലിനെ കാണാൻ പറ്റും എന്ന് പറഞ്ഞാൽ അത് കാണാൻ പറ്റും. കാരണം ആ സമയത്ത് സജസ്റ്റബിലിറ്റി ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ടാണ്. ഓക്കെ. ശരിക്കും ഈ ഹിപ്നോട്ടിസവും മെൻ്റലിസവും കൂടെ മിക്സ് ചെയ്താണ് പല ആൾക്കാരും സ്റ്റേജിൽ അപ്ലൈ ചെയ്യുന്നത്. മെൻ്റലിസം പ്യുവർ മാജിക്കാണ്. അതിനകത്ത് ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത്. അതിനകത്തെല്ലാം ടെക്നിക്കുകളുണ്ട് പുറകിൽ. ഓക്കെ. അപ്പം ആൾക്കാർ പലപ്പോഴും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഹിപ്നോട്ടിസം എന്ന് പറഞ്ഞ സാധനം പിന്നെ മാജിക് ആണെന്നുള്ള അവസ്ഥയിലേക്ക് ആൾക്കാർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ശരിക്കും ഞാനൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഹഗ് ഇൻ്റർനാഷണൽ പ്രൊമോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇതിൻ്റെ സാധ്യതയാണ്. അതായത് എൻ്റർടൈൻമെൻറ്റ് സൈഡല്ല, മറിച്ച് നമ്മുടെ കഴിവിനെ മാക്സിമം ഉപയോഗിക്കാനുള്ള സാധ്യതയാണ്. അത് ലീഡ് ചെയ്യുന്നത് മുനീർ അമീർ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. അദ്ദേഹം സർട്ടിഫൈഡ് ഹിപ്നോതെറാപ്പിസ്റ്റ്. അദ്ദേഹത്തിൻ്റെയും പ്രത്യേകത എന്ന് വെച്ചാൽ എഡ്യൂക്കേറ്റ് ചെയ്യുക. മീൻസ് നമ്മൾ എത്തിച്ചേരേണ്ട തലത്തിലേക്ക് നമ്മൾ എത്താതിരിക്കാനുള്ള കാരണം ഈ ലിമിറ്റിംഗ് ബിലീഫാണ്. ഈ സബ് കോൺഷ്യസിൽ കിടക്കുന്ന സംഭവങ്ങളാണ്. പണ്ട് എന്നെങ്കിലും ഉണ്ടായ ഒരു ട്രോമ, ഒരു ഫിസിക്കൽ അബ്യൂസ്, അല്ലെങ്കിൽ ഒന്ന് സ്റ്റേജിൽ കയറിയപ്പോൾ ഉണ്ടായ ഒരു ഭയം, ഇത് നമ്മുടെ സബ് കോൺഷ്യസിൽ കിടപ്പുണ്ടാവും. നമുക്ക് ട്രാൻസിലേക്ക് ഒരാളെ കൊണ്ടുപോയിട്ട് സബ് കോൺഷ്യസിൽ വെച്ചിട്ട് ഇതിൻ്റെ അത് പതിയെ കുറയ്ക്കാൻ പറ്റും. ആ ലിമിറ്റിംഗ് ബിലീഫ് പതിയെ മാറ്റാൻ പറ്റും. ചിലർക്ക് ഒറ്റ സിറ്റിങ്ങിൽ പറ്റും, ചിലർക്ക് കൂടുതൽ സമയം വേണം, ചിലർക്ക് സെൽഫായിട്ട് അത് ചെയ്യാം. അതിൻ്റെ പേരാണ് സെൽഫ് ഹിപ്നോട്ടിസം. അപ്പോൾ ഞങ്ങൾ സെൽഫ് ഹിപ്നോട്ടിസം ഫസ്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നത്. നമ്മുടെ മൈൻഡിലേക്ക് നെഗറ്റീവായിട്ടുള്ള ഈ കാര്യങ്ങൾ വരാതെ നമ്മുടെ ഉള്ളിൽ പുറകോട്ട് വലിച്ചുകൊണ്ടിരിക്കുന്ന ചിന്തകളെ പതിയെ ട്രാൻസിലെത്തി മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ഡെയിലി പ്രാക്ടീസ് ചെയ്താൽ മതി, നമുക്ക് പറ്റും. നമുക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റും, റിലാക്സ് ചെയ്യാൻ പറ്റും, നമ്മുടെ മാക്സിമം പ്രൊഡക്റ്റീവിലേക്ക് കൊണ്ടുവരാൻ പറ്റും, പെർഫോമൻസ് ബെസ്റ്റ് ആക്കാനായിട്ട് പറ്റും, കോൺഫിഡൻസ് കൂട്ടാൻ പറ്റും. ഉറപ്പായിട്ടും നമ്മുടെ പീക്ക് പെർഫോമൻസിലേക്ക് നമ്മൾ എത്തിക്കാനായിട്ട് പറ്റും. കാരണം അത് സബ് കോൺഷ്യസിൽ പോയിട്ട് ചെയ്യുന്ന വർക്ക് ഇതാണ്. ആ ട്രാൻസിൽ ചെല്ലുന്നു. ഇപ്പോൾ ട്രാൻസിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, ഇപ്പോൾ താങ്കൾ പേര് മറക്കുന്നു എന്ന് പറഞ്ഞാൽ പേര് മറന്നു, അല്ലെങ്കിൽ താങ്കളുടെ പേര് നയൻതാര എന്ന് പറഞ്ഞാൽ ആ പേര് വന്നല്ലോ. അങ്ങനെ അതേ സാധനം തിരിച്ചുപയോഗിച്ചാൽ മതി. എന്നിട്ട് നമ്മൾ നോർമൽ സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ പിന്നെ എന്തായിരിക്കും? സാധാരണ പോലെ വരും. അവിടെ നമ്മൾ തിരിച്ച് എമർജിങ് ഔട്ടാണ്. അതേപോലെ ഇപ്പോൾ ട്രാൻസിൽ നിൽക്കുന്ന സമയത്ത് ഇതെല്ലാം വർക്ക് ആകത്തുള്ളൂ. ട്രാൻസിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് സാധാരണ സ്റ്റേജിലേക്ക് റിലാക്സേഷൻ കുറച്ച് സാധാരണ സ്റ്റേജിലേക്ക് നമ്മൾ തിരിച്ചു കൊണ്ടുവരും. നോർമൽ സ്റ്റേജായി. ഓക്കെ. അപ്പൊ അന്നേരം ഇപ്പൊ പേര് മാറ്റിയെന്ന് വെച്ചു. അപ്പൊ തിരിച്ചു വന്ന് നോർമൽ സ്റ്റേറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ പിന്നെ പേര് പഴയ തന്നെയായി. നമ്മളത് നിർദ്ദേശം കൊടുത്ത് മാറ്റിയിട്ട് തിരിച്ചു കൊണ്ടുവരത്തുള്ളൂ. ഓക്കെ. അപ്പൊ ആ സമയത്ത് ഈ ഒരു വ്യക്തിക്ക് വേണ്ടത് കുറച്ച് കോൺഫിഡൻസ് ബൂസ്റ്റിംഗ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് കൊടുത്തിരാം. താങ്കളുടെ ഉള്ളിൽ ഭയമാണ് എന്നുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ അത് നമുക്ക് വേണമെങ്കിൽ ആ സംഭവം ഓർമ്മയെ കൊണ്ടുവരാം.
അതാണ് നമ്മൾ ഈ അന്യൻ സിനിമയ്ക്കകത്ത് കാണിക്കുന്ന ഒരു സീനില്ലേ, ചെറുപ്പത്തിൻ്റെ ഞാൻ ആ ചെറുപ്പത്തിലേക്ക് പോയിട്ട് തങ്കച്ചി ഉണ്ടായി മാറണം. അതുപോലെ നമുക്ക് പഴയ സംഭവത്തിലേക്ക് നമുക്ക് ട്രാൻസിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്നാണ് ഈ സംഭവം ഉണ്ടായെന്ന് വേണമെങ്കിൽ കണ്ടെത്താം. ഇപ്പോൾ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇങ്ങനെയൊരു സംഭവം സ്റ്റേജിൽ കയറിയപ്പോൾ കൂട്ടുകാരനെ കളിയാക്കി, അതിനുശേഷമാണ് എനിക്ക് ഈ ഫിയർ വന്നത് നമുക്ക് വേണമെങ്കിൽ കണ്ടെത്താം. അപ്പം ശരിക്കും അതിനൊന്ന് സ്വീകരിക്കാൻ പറയും, ആക്സെപ്റ്റ് ചെയ്യാൻ പറയും. ഓക്കെ, സംഭവിച്ചത് ആക്സെപ്റ്റ് ചെയ്യുക, സബ് കോൺഷ്യസ് മൈൻഡിന് നന്ദി പറയുക. ശേഷം നമുക്ക് ആ ഒരു സ്റ്റേജിനെ മാറ്റിയിട്ട് കോൺഫിഡൻ്റ് ആയിട്ടുള്ള രമ്യയെ ഒന്ന് മനസ്സിൽ കാണാനായിട്ട് പറഞ്ഞ് ആ ഒരു ബൂസ്റ്റിങ് കൊടുത്ത് അഫർമേഷൻസ് കൊടുത്ത് ഇത് കയറി വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഫിയർ മാറും. ഓക്കെ, അപ്പോൾ ആ ഒരു ട്രാൻസിൽ ഇരുന്നുകൊണ്ട് ആ പ്രോബ്ലത്തിൻ്റെ ഒരു സൊല്യൂഷൻ കൊടുത്ത് അത് കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ച് റിക്കവറി ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നീട് ഒരിക്കലും അവരെ ട്രിഗർ ചെയ്തുകൊണ്ടിരുന്ന ആ പ്രോബ്ലം പിന്നെ ഉണ്ടാവില്ല. നോർമലി വരത്തില്ല, പക്ഷെ ചിലർക്ക് മേ ബി മൾട്ടിപ്പിൾ സിറ്റിംഗ് വേണ്ടി വരും. കാരണം വെച്ചാൽ അത് എത്രമാത്രം ഡെപ്തിലാണെന്നുള്ളത് അവരെ. പിന്നെ അവർ വീണ്ടും പഴയ സിറ്റുവേഷനിലേക്ക് പോകുന്നു വിചാരിച്ചു, വീണ്ടും കോൺഫിഡൻസ് ഇല്ലാത്ത അല്ലെ കളിയാക്കുന്ന ആൾക്കാരുടെ ഇടയ്ക്ക് പോയാൽ വീണ്ടും ഇത് സംഭവിക്കാം. അപ്പോൾ വീണ്ടും സിറ്റിംഗ് ഇരുന്നാൽ മതി. ഇത് നമ്മളൊന്ന് റിഫ്രഷ് ചെയ്യുന്ന പോലെ ഒന്ന് ക്ലീൻ ചെയ്ത് പോകുന്നില്ല, അത്രേ ഉള്ളൂ. ശരിക്കും ഞാൻ ഇത് എൻ്റെ ലൈഫിലുണ്ടായ ഏറ്റവും വലിയ മാറ്റതാണ്. ഞാൻ പറഞ്ഞത്, ഞാൻ സ്റ്റേജിൽ കയറുന്ന ആളല്ല, എൻ്റെ കൂടെ പഠിക്കുന്ന കൂട്ടം നീ ഇങ്ങനെ ഇത്രയും സംസാരിക്കുന്നേ. എനിക്ക് സൈക്കിളോട്ട് അറിയത്തില്ല, സൈക്കിളോട്ട് അറിയാം, പഠിച്ചത് 8ാം ക്ലാസ്സിലാണ്. സൈക്കിളോട്ട് ഞാൻ പഠിക്കുന്നത് 8ാം ക്ലാസ് പഠിക്കുമ്പോഴാണ്. എനിക്ക് ബൈക്ക് ഓടിക്കാൻ അറിയത്തില്ല, കാർ ഓടിക്കാൻ അറിയത്തില്ല. ആക്സിഡൻറ്റ് വരെ 21 വയസ്സ് എനിക്കറിയത്തില്ല, എനിക്ക് പേടിയായിരുന്നു. ആക്സിഡൻറ്റിന് ശേഷമാണ് ഞാൻ ബൈക്ക് ഓടിക്കാനും കാർ ഓടിക്കാനും പഠിക്കുന്നത്. അത് ഞാൻ ഇങ്ങനെ ബൂസ്റ്റ് എടുത്താൽ 3000 വേദി ക്ലാസ് എടുത്തു കഴിഞ്ഞു. ഇന്നും എനിക്ക് സ്റ്റേജിൽ കയറുമ്പോൾ ആദ്യൊരു വിറയുണ്ട്, അതെൻ്റെ ഉള്ളിലുള്ളതാണ്. അപ്പനുണ്ട്, അമ്മയ്ക്കുണ്ട്, എനിക്കുണ്ട്. പക്ഷേ ഞാനിതിന് രാവിലെ ഒരു ചാർജിങ് ഉണ്ട് എനിക്ക്. ഞാൻ സെൽഫ് ഹിപ്നോട്ടിസിലേക്ക് പോയിട്ട് എന്നെ ബൂസ്റ്റ് ചെയ്യുന്ന കുറേ അഫർമേഷൻസ് ഉണ്ട്. ഇത് ഞാൻ ചെയ്തിട്ട് വന്നിരിക്കുന്നത്, ഇന്നും വന്നിരിക്കുന്നത് അങ്ങനെയാണ്. അങ്ങനെ ചെയ്താൽ എനിക്ക് ഈ ലോകത്തോട് പറയാനുള്ളത്, എന്നെപ്പോലൊരു വ്യക്തിക്ക് പറ്റുമെങ്കിൽ, കാരണം ഞാൻ എല്ലാത്തിനും ആവറേജാണ്, ഒന്നിലും എക്സ്ട്രാ പൊട്ടൻഷ്യൽ ആളല്ല, പറ്റുമെങ്കിൽ ബാക്കി ഏതൊരു വ്യക്തിക്കും വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഏതൊരു ആവറേജ് ലെവലിൽ നിൽക്കുന്ന ഒരാൾക്കും മാജിക്കൽ ആയിട്ടുള്ള പെർഫോമൻസ് അവർക്ക് കൊടുക്കാൻ പറ്റും. ഉറപ്പായിട്ടും പറ്റും. ശരിക്കും പറഞ്ഞാൽ അവരൊന്ന് വിചാരിച്ചാൽ മതി. ആവറേജുകാരാണ് അത്ഭുതം സൃഷ്ടിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഈ ടോപ്പ് പെർഫോം ചെയ്യുന്ന ആൾക്കാർ ഒരു സ്റ്റേജിലെത്തുമ്പോൾ, എല്ലാവരും അല്ല, കുറേ ആൾക്കാർ ഒരു സ്റ്റേജ് എത്തുമ്പോൾ ഇച്ചിരി അഹങ്കാരമാകും, ഇച്ചിരി വഴിവിട്ട കാര്യങ്ങളിലേക്കൊക്കെ പോകാൻ തുടങ്ങും. അല്ലെങ്കിൽ എനിക്കെല്ലാം സാധ്യമാണെന്നൊക്കെ വിചാരിച്ച് വലിയ പ്രാക്ടീസ് ഇല്ലാതെ അങ്ങ് മത്സരിക്കാനൊക്കെ പോകും. പക്ഷേ ഈ ആവറേജുകാരുടെ പ്രത്യേകത, അവർക്ക് ഇച്ചിരി കോൺഫിഡൻസ് കുറവാണ്. അവർ ഹാർഡ് വർക്ക്, അവരിങ്ങനെ, കാരണം സ്ഥിരം ചെയ്യുന്ന കാര്യമാണെങ്കിൽ പോലും രാവിലെ പ്രാക്ടീസ് ചെയ്തിട്ട് അവർ വരത്തുള്ളൂ. മമ്മൂക്ക ഉദാഹരണമായിട്ട് വേണമെങ്കിൽ പറയാം. മമ്മൂക്ക ഭയങ്കരമായിട്ട് പ്രാക്ടീസ് ചെയ്ത് ചെയ്യുന്ന നടനാണ്, അല്ലാതെ ഒരു ദിവസം വന്ന് പെട്ടെന്ന് സ്ക്രീനിൻ്റെ മുമ്പിൽ ചെയ്യുന്ന ആളല്ല. അദ്ദേഹം നല്ലോണം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ആവറേജുകാർക്ക് അത്ഭുതം സൃഷ്ടിക്കാം. പലരും പറഞ്ഞൊരു കംപ്ലൈൻറ്റ് കേട്ടിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു കഴിവുമില്ല. ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവർക്ക് അത്ഭുതം സൃഷ്ടിക്കാം. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഞങ്ങളുടെ ഹിപ്നോട്ടിസം കോഴ്സ്. വാവ്. അതേപോലെ അനീഷ് പറഞ്ഞിരിക്കുന്ന വേറൊരു കാര്യമാണ്, ഇന്നിപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും പറയും എന്തൊരു കോമ്പറ്റീഷനാണ്, ഏതൊരു ഫീൽഡിലും, ഏത് ഫീൽഡ് എടുത്താലും ഒരുപാട് ആൾക്കാരാണ്, എവിടെ പോയാലും കോമ്പറ്റീഷനാണ്. അപ്പോൾ ഇന്ന് നല്ല രീതിയിൽ ഹെൽത്തി കോമ്പറ്റീഷൻ വേണം, അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള വേൾഡാണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് പ്രാക്ടീസ് ചെയ്യണം, അതിനനുസരിച്ച് നമ്മൾ നിൽക്കണം, അതെല്ലാം. പക്ഷേ അനീഷ് പറയുന്നു കോമ്പറ്റീഷൻ അല്ല, ഇന്നത്തെ കാലം എന്ന് പറയുന്നത് കൊളാബറേഷൻ്റെ കാലമാണെന്ന്. അതെന്തുകൊണ്ടാണ്? സത്യമായ കാര്യമില്ലേ? അതായത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് ഇതിനെക്കുറിച്ചൊന്ന് പങ്കുവച്ചിരുന്നു. ഓരോ വ്യക്തിയും ഓരോ മേഖലയിൽ എക്സ്പേർട്ടാകുക, അവരുടെ കഴിവുകൾ കൊളാബ് ചെയ്യുക, എങ്കിൽ നമുക്കിവിടെ അത്ഭുതം സൃഷ്ടിക്കാം. ഫോർ എക്സാമ്പിൾ, ഒരാൾക്ക് പാടാനറിയാം, ഒരാൾക്ക് ഓർഗൻ വായിക്കാൻ അറിയാം, ഒരാൾക്ക് ആംഗ്രി അറിയാം, ഒരാൾക്ക് ഡ്രംസ് അറിയാം, ഒരാൾക്ക് ഫ്ലൂട്ട് അറിയാം. ഇവർ ഒറ്റയ്ക്ക് നിന്നാൽ ഒന്നുമല്ല, ഒന്നിച്ചെന്നൊരു ഗാനമേളയാണ്. ഇനി കുറച്ച് കലാകാരന്മാരെ കൂട്ടിയാൽ അത് മെഗാ ഷോയാണ്. ഇപ്പോൾ ഹഗ് ഇൻ്റർനാഷണൽ ഫേമിലെ ഓരോരുത്തർ നോക്കിയാൽ മതി, ഇതിങ്ങനെ ചെയ്തേക്കുന്നത്. ഓരോ മേഖലയിൽ എക്സ്പേർട്സിനെയാണ്. സാധാരണ കമ്പനി എടുക്കുന്നത് എങ്ങനെയാണ്? ഒരു കുറേ പോസ്റ്റുകൾ വെച്ചിട്ട് ഈ പോസ്റ്റിലേക്ക് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുമല്ലേ? ഞങ്ങൾ നേരെ തിരിച്ചാൽ നമ്മുടെ ടീമിലുള്ള ആൾക്കാരെ നമ്മൾ കണ്ടെത്തി കുറച്ച് ആൾക്കാരുണ്ട്, ഇവർ ഓരോരുത്തരുടെ യൂണീക്ക് സ്കില്ല് എന്താണെന്ന് കണ്ടുപിടിക്കും, അതിനനുസരിച്ചുള്ള പൊസിഷൻ കൊടുക്കത്തുള്ളൂ. ഓക്കെ, ഇപ്പം ഏറ്റവും നല്ലതായിട്ട് കൗൺസിലിംഗ് ചെയ്യുന്ന വ്യക്തി മാത്യു സാറാണ് കൗൺസിലിംഗ് ലീഡ് ചെയ്യുന്നത്. ഏറ്റവും നന്നായിട്ട് ഹിപ്നോട്ടിസം ചെയ്യുന്ന ആൾ മുനീർ സാറിനാണ് അവിടെ വെച്ചിരിക്കുന്നത്. കരിയർ കൗൺസിലിംഗ് ചെയ്യുന്ന വ്യക്തിയാണ് ഡോക്ടർ ഐസക് തോമസ് സാർ, അദ്ദേഹത്തെ ആ പോസ്റ്റ് വെച്ചിരിക്കുന്നു. വീഡിയോ എഡിറ്റ് ചെയ്യാൻ ക്രിയേറ്റിവിറ്റിയുടെ മിടുക്കനായ ഒരു പയ്യൻ എൻ്റെ ഒപ്പം ഉണ്ട്, വിഘ്നേഷ് നാഥ്, ക്രിയേറ്റീവ് ഹെഡായിട്ട് വെച്ചേക്കുക. ഡിസൈൻ ചെയ്യാൻ കഴിവുള്ള പയ്യനുണ്ട്, ഡിസൈനറായിട്ട് അരവിന്ദിനെ വെച്ചേക്കുക. അഡ്മിനിസ്ട്രേഷൻ സ്കില്ലുള്ള വ്യക്തി ശ്രീദേവി ചേച്ചി, അഡ്മിനിസ്ട്രേറ്റർ വെച്ചേക്കുക. അപ്പം ഇവർക്കെല്ലാവർക്കും അവരുടെ മേഖലയിൽ എന്നെക്കാളും കഴിവുള്ളവരാണ്. ഞാനിപ്പോഴും വിശ്വസിക്കുന്നതും ആഗ്രഹിക്കുന്നതും ഹഗ് ഇൻ്റർനാഷണൽ ഏറ്റവും കഴിവ് കുറഞ്ഞ ആൾ ഞാനായിരിക്കണമെന്ന്. അതിലും ബാക്കി ഇവരെയൊക്കെ ഒന്നിച്ചെടുത്താൽ മതി, ഇത് ഭയങ്കര പ്രസ്ഥാനമായിട്ട് മാറിക്കോളും. എല്ലാവരും ചെയ്യേണ്ടതാണ്,
നമ്മളെപ്പോഴും നോക്കുന്നതെന്നറിയോ, നമ്മൾ ഈ പണ്ടത്തെ ബാലചന്ദ്രമേനൻ്റെ സിനിമ പോലെയാണ്. കഥ, തിരക്കഥ, സംഭാഷണം, അഭിനയം എല്ലാം ഞാൻ ചെയ്താലേ ശരി, അതിൻ്റെ ആവശ്യമില്ല. മറ്റുള്ളവരുടെ കഴിവുകളെ ഒന്നിച്ചു ചേർത്ത് കൊളാബ് ചെയ്താൽ വിജയിക്കാനായിട്ട് പറ്റും. കോമ്പറ്റീഷന് ബെസ്റ്റ് കൊടുക്കാൻ പറ്റും അല്ലേ? പബ്ലിക്കിന് വേണ്ട ആവശ്യം പലതായിരിക്കും. ആ പലതിനും ബെസ്റ്റ് ആളെ കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നുള്ള പ്രധാനം. നമ്മൾ ഒരാളെല്ലാത്തിനും പോയാൽ പറ്റൂല്ലെന്നേ, നടക്കത്തില്ല. അങ്ങനെ പോയാൽ പല ആൾക്കാരും പരാജയപ്പെട്ടു പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. വളരെ ചുരുക്കം ആൾക്കാരുണ്ടാവും ഒരു പക്ഷേ ഇതെല്ലാം മാനേജ് ചെയ്യാൻ പറ്റുന്നവർ, എക്സ്ട്രാ ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാർ. യെസ്, അല്ലാത്ത പക്ഷം ഇങ്ങനെ തന്നെ എന്നുള്ള രീതി. ഈ ഹഗ് ഇന്റർനാഷണൽ തുടങ്ങിയിട്ട് എത്ര നാളായി? കൃത്യം പറഞ്ഞാൽ 10 മാസം. കഴിഞ്ഞ മാർച്ചിലാണ് രജിസ്റ്റർ ചെയ്ത്. അപ്പം നിങ്ങൾ മൊത്തം ഇപ്പോൾ ഈ ഹഗ് ഇന്റർനാഷണൽ എത്ര പേരാണ്? ഞങ്ങൾ നേരിട്ട് സാലറി കൊടുക്കുന്ന വ്യക്തികളും സ്ഥാപനങ്ങളും കൂടി 16, പ്ലസ് നമ്മുടെ കൂടെ ട്രെയിനിങ് എടുക്കുന്നവരുണ്ട്. കുറേ ട്രെയിനേഴ്സ് ഉണ്ട്. അവർ ഏകദേശം ഒരു 40ഓളം പേരുണ്ട്. അതിനകത്ത് കൗൺസിലേഴ്സും ഉണ്ട്, ട്രെയിനേഴ്സും ഉണ്ട്. അപ്പോൾ അവർക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് സാലറി വരുന്നുണ്ട്. അപ്പം ചുരുക്കി പറഞ്ഞാൽ എന്നെപ്പോലൊരു വ്യക്തി കാരണം 19 കുടുംബങ്ങളിൽ എല്ലാ മാസവും കറക്റ്റായിട്ട് വരുമാനം എത്തുന്നുണ്ട്. ഈ ഇത്രയൊക്കെ ചെയ്യുന്ന അനീഷ് ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വാസിയാണ്. പക്ഷേ അനീഷില് വേറൊന്ന് ഞാൻ അനീഷ് പറഞ്ഞു തന്നെ കേട്ടതാണ്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ കാണാൻ ആരും വരണ്ട, എൻ്റെ ബാക്കിയുള്ള കർമ്മങ്ങൾ ചെയ്യണ്ട. പക്ഷെ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കർമ്മത്തിലും ബാക്കി ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടല്ലോ. പക്ഷെ എന്തുകൊണ്ടായിരിക്കും അനീഷ് അത് വേണ്ട എന്ന് തന്നെ തർക്കിച്ച് പറയുന്നത്? അത് ആ പറഞ്ഞതിനകത്തൊരു ഒരു ചെറിയ കൺഫ്യൂഷൻ എന്ന് വേണമെങ്കിൽ പറയാം. കർമ്മം ചെയ്യേണ്ടെന്നല്ല അർത്ഥം. ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യാത്ത കാര്യങ്ങൾ മരിച്ചിരിക്കുമ്പോൾ ചെയ്യാൻ വേണ്ടി ആരും വരണ്ടെന്ന. അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഞാനിപ്പോൾ നമ്മൾ കണ്ടുവരുന്നൊരു വലിയ ദുഃഖം തന്നെയാണ്. ഇപ്പം ആ വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായി, ഒരുപാട് പേര് അഭിപ്രായം പറഞ്ഞ സംഭവമാണ്. അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയം നോക്കുക, ഒരാൾ മേലെ കിടക്കുന്ന സമയത്ത് കൂടെ നിൽക്കാൻ ആരും കാണത്തില്ല. അപ്പോൾ ആ സമയത്ത് ചോദിക്കുമ്പോൾ അവർ പറയും, അയ്യോ ലീവില്ല, സമയമില്ല, തിരക്കാന്നൊക്കെ പറയും. ആൾ മരിച്ചാലോ പിന്നെ 16 ദിവസം വീട്ടിൽ വന്ന് നിൽക്കുക, അടിയന്തരം വരെ. അപ്പം എങ്ങനെയാണ് ലീവ് ഉണ്ടായേ? അപ്പോഴെങ്ങനെ സമയം ഉണ്ടായേ? ജീവിച്ചിരിക്കുമ്പോൾ കാണിക്കാത്ത സ്നേഹം മരിച്ചു കഴിഞ്ഞിട്ട് എന്തിനാണ് കാണിക്കുന്നത്? നമ്മളൊരു പ്രഹസനമായി മാറിയിട്ടില്ലേ? മരിച്ചു കഴിയുമ്പോൾ ഓരോ സംഭവങ്ങളുണ്ട്. അത് ഏത് വിശ്വാസമാണ്, ഹിന്ദുക്കളാണ് ശരി, ക്രിസ്ത്യൻസ് ആണ് ശരി, മുസ്ലിംസ് ആണ് ശരി. ഈ മരിച്ചു കഴിയുമ്പോൾ ഓടിക്കൊണ്ടുവന്ന് ഈ എള്ളിടുന്നു, ഡ്രസ്സ് ഇടുന്നു, ആക്ഷൻ ഷോ ഇടുന്നു. ആ ജീവിച്ചിരുന്ന സമയത്ത് ചെയ്തിരുന്നെങ്കിലും. ഞാൻ ഈ വീഡിയോ ചെയ്തപ്പോൾ ഇതിൻ്റെ അടി വന്ന കമൻറ്റിൽ ഒരാൾ പറഞ്ഞതാണ്, ശരിയാ സാറ് പറഞ്ഞത്, എൻ്റെ ബാപ്പ ജീവിച്ചിരുന്ന സമയത്ത് ഞാൻ ചോദിച്ചപ്പോൾ ഒരാളും സഹായിക്കാനും വന്നില്ല, കൂടെ നിന്നില്ല. മരിച്ചു കഴിഞ്ഞപ്പോൾ കുറേ പൈസ കൊണ്ടുവന്ന് തന്നു. ഈ പൈസ ബാപ്പ ജീവിച്ചിരുന്ന സമയത്ത് കിട്ടിയിരുന്നെങ്കിൽ, ബാപ്പയ്ക്ക് സമയത്തിന് മരുന്നും ഫുഡും മേടിച്ചു കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ബാപ്പ ഇപ്പം എന്നോടൊപ്പം കണ്ടേനെ. സോ പോയിന്റ് ഇതാണ്, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ വേണം സ്നേഹം പ്രകടിപ്പിക്കാൻ. സ്നേഹം ആവശ്യമുള്ളപ്പോഴാണ് സ്നേഹം കൊടുക്കണ്ടേ. അത് മരിച്ചു കഴിഞ്ഞിട്ട് ആൾക്കാരെ കാണിക്കാൻ വേണ്ടി കിടന്ന് കാറുന്നതിലും പോകുന്നതിലും കാര്യമില്ല. കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് മുടക്കുന്ന പൈസ ആ ജീവിച്ചിരിക്കുന്ന സമയത്ത് നന്മയ്ക്ക് വേണ്ടി ചെയ്യുക. ഓരോരുത്തരും വിശ്വാസപ്രകാരം ചെയ്യുന്നവർ ചെയ്തോട്ടെ, ചെയ്യേണ്ടത് അവരവരുടെ വിശ്വാസം. പക്ഷേ ജീവിച്ചിരിക്കുമ്പോൾ കാണിക്കാത്ത സ്നേഹം എന്തിന് മരിച്ചു കഴിയുമ്പോൾ കാണിക്കാൻ വരുന്നു? അതാണ് പോയിന്റ്. ഓക്കെ, നിങ്ങൾ ഹഗ് ഇന്റർനാഷണലിന്റെ മുന്നോട്ട് കാണുന്നത് നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ ഇനിയിപ്പോൾ ചെയ്യാൻ മാറ്റങ്ങൾ, നമ്മുടെ ഈ നേഷനെ ഡെവലപ്ഡ് നേഷൻ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സ്റ്റെപ്സ് എന്തൊക്കെയാണ് നിങ്ങൾ കാണുന്നത്? നല്ല ചോദ്യമാണ്. അതിൻ്റെ അകത്ത് ഒന്ന്, നമ്മുടെ ഇവിടുത്തെ യുവാക്കളുടെയും മുതിർന്നവരുടെയും കഴിവ് കണ്ടുപിടിക്കുക എന്നുള്ളത്. ഒത്തിരി പേര് കരിയർ ഷിഫ്റ്റ് ആഗ്രഹിക്കുന്നുണ്ട്, കരിയർ ഒന്ന് മാറണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. കാരണം ഇനി നമുക്ക് ഒരു ഇൻകം സോഴ്സിൽ പോകാൻ പറ്റില്ല, മൾട്ടിപ്പിൾ ഇൻകം സോഴ്സസ് വേണം. അപ്പോൾ ഇതിനുള്ള അവസരങ്ങൾ ഒരുക്കുക എന്നുള്ളത്. അതിന് ഫസ്റ്റ് അത് കണ്ടെത്താൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ കരിയറിൻ്റെ ഒരു കോഴ്സ് നടത്തുന്നത്. അത് കുട്ടികളുടെ കഴിവ് കണ്ടെത്താൻ അധ്യാപകരെയും രക്ഷകർത്താക്കളെയും തയ്യാറാക്കാൻ വേണ്ടിയാണ് ആ കോഴ്സ് വരുന്നത്. 2 കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടിയാണ് ഈ പറഞ്ഞ ഹിപ്നോട്ടിസത്തിൻ്റെ കോഴ്സ് വന്നിരിക്കുന്നത്. ഇനി നമ്മൾ 3ാമത് വരാൻ പോകുന്നത് സൈക്കോളജിക്കലാണ്. കാരണം പല ആൾക്കാരും ഭയങ്കരമായ സ്ട്രെസ്സും കാര്യങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇതിനുള്ള പരിഹാരം കണ്ടെത്തുക. ഇതിൻ്റെ കാര്യം എന്താണെന്നറിയോ? ഇനിയുള്ള ലക്ഷറി എന്ന് പറയുന്നത് പീസ് ഓഫ് മൈൻഡാണ്. നമ്മൾ ലക്ഷറി എന്ന് പറയുമ്പോൾ സാധാരണ പറഞ്ഞാൽ കാറ്, വീട്, ഡ്രസ്സ്, വിദേശത്തുള്ള ട്രിപ്പ്, ഇത് മാറി. പീസ് ഓഫ് മൈൻഡ്, സമാധാനമായിട്ട് ഇരിക്കുക, ഉറങ്ങാൻ പറ്റുക, ശാന്തമായി ഉറങ്ങാൻ പറ്റുക, നല്ല ഹെൽത്ത് ഉണ്ടാകുക, മെൻ്റലി ഫിസിക്കലി നല്ല ബന്ധങ്ങളുണ്ടാവുക. പലർക്കും ഫേസ്ബുക്കിലൊക്കെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഫ്രണ്ട്സ് ഉണ്ട്, ഒരാവശ്യം വിളിച്ച ഫ്രണ്ട്സ് ഒന്നും കാണത്തില്ല അല്ലേ. പിന്നെ ടൈം ഓട്ടോണമസ് എന്ന് പറയും, നമ്മുടേതായ സമയം ഉണ്ടാകുക, നമ്മൾ ആഗ്രഹിക്കുന്ന സമയം നമുക്ക് വേണ്ടി നമുക്ക് മാറ്റി വെക്കാൻ പറ്റുക, ടൈം ഫ്രീഡം എന്ന് പറയുന്ന പോലെ. ഇതാണ് ഇനിയുള്ള ലക്ഷറി. ഈ ലക്ഷറി ഫുൾഫിൽ ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ കേരളത്തിൽ അത് ഫുള്ളായിട്ടൊന്ന് ഫ്ലറിഷ് ചെയ്യും. കാരണം കേരളത്തിൽ ഇതിൻ്റെ ഡിമാൻഡ് ഭയങ്കര അധികമാണ്. തൊഴിലില്ലാതെ പോകുന്ന, വിദേശത്തേക്ക് പോകുന്ന പിള്ളേർ, മൾട്ടിപ്പിൾ ഇൻകം നോക്കി നിൽക്കുന്ന ഒരുപാട് സ്ത്രീകൾ, ഒരുപാട് നല്ല സ്ത്രീകളുണ്ട്, നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്, വരുമാനം കിട്ടുന്നില്ല. ഇവർക്കൊക്കെയുള്ള അവസരങ്ങൾ നമ്മൾ പതിയെ ഒരുക്കുക. അതിനുശേഷം നമ്മൾ ഓൾ ഇന്ത്യ തലത്തിലേക്ക് മൂവ് ചെയ്യും.
അങ്ങനെ രാജ്യത്തെ ഡെവലപ്ഡ് നേഷൻ ആക്കുമ്പോൾ ഈ സ്റ്റേറ്റ് വിട്ട് നമ്മൾ അടുത്ത സ്റ്റേറ്റിൽ കയറി അങ്ങനെ നമ്മുടെ രാജ്യം മുഴുവൻ നമ്മൾ അങ്ങനെ ഒരു വലിയൊരു ഡെവലപ്ഡ് നേഷൻ ആക്കി മാറ്റുമ്പോൾ അവിടെ ആയിരിക്കും അപ്പൊ ഹഗ് ഇന്റർനാഷണലിന്റെ പേര് എഴുതിപ്പെടുന്നുണ്ടാവുക. എല്ലാവർക്കും ഒരു സ്പേസ് ആകട്ടോ. ഇതൊരു പ്രസ്ഥാനം ഇപ്പൊ എന്റെ വൈഫിന്റെ പേര് രജിസ്റ്റർ ചെയ്തുവെങ്കിലും ഇത് എല്ലാവർക്കും വേണ്ടി വളരാനുള്ള ഒരു പ്രസ്ഥാനമാക്കി ഞങ്ങൾ മാറ്റിയേക്കുക. ഇതോടൊപ്പം തന്നെ നമുക്കൊരു ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ഉണ്ട്, ഹഗ് ഇന്റർനാഷണൽ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ. അതിന്റെ ഉദ്ദേശം എന്നുള്ളത് പ്യുവർ ചാരിറ്റിയാണ്. ഞങ്ങൾ 2016 മുതൽ കോട്ടയം ജില്ലയിലുള്ള 50ഓളം ഭിന്നശേഷിയുള്ള സാമ്പത്തികമായി സാമൂഹിക പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ എടുത്ത് പഠിപ്പിക്കുന്നുണ്ട്. അന്ന് അവരെ പഠിപ്പിക്കാനുള്ള സാമ്പത്തികം എനിക്ക് ഈ ട്രെയിനിങ്ങിൽ നിന്നൊക്കെ കിട്ടുന്ന തുകയിൽ നിന്നൊക്കെ എടുത്താണ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളിപ്പോൾ അത് വളരെ സുതാര്യമായിട്ട് കുറച്ചുകൂടെ വലിയ തോതിൽ ചെയ്യാനായിട്ടുള്ള 9ഓളം പ്രൊജക്റ്റുകൾ വെച്ച് കഴിഞ്ഞ ഒരു വർഷമായിട്ട് നടത്തി പോരുന്നുണ്ട്. അപ്പോൾ ഹഗ് ഇന്റർനാഷണലിൻ്റെ ഒരു ബിസിനസ്സായിട്ടും തൊഴിലവസരം കൊടുക്കുന്ന സ്ഥാപനമായിട്ടും ഇത് അതായത് ഞാൻ അനുഭവിച്ച വേദന വേറൊരു കുട്ടി അനുഭവിക്കരുത്. 10ാം ക്ലാസ്സിൽ പത്രം ഇട്ട് പോയി ഞാൻ പരീക്ഷ എഴുതിയ ആളാണ്. രാവിലെ പത്രം ഇട്ടിട്ടാണ് പബ്ലിക് എക്സാം എഴുതാൻ പോയത്. അന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ആരെങ്കിലും ഒരാൾ സ്പോൺസർ ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ ഇത്രയും കഷ്ടപ്പെടണ്ടല്ലോ എന്ന്. അപ്പോൾ ഇന്ന് ഇതിലൂടെ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഇറങ്ങിയൊക്കെയാണ്. പക്ഷേ എനിക്കറിയാം ഇത് അറിയേണ്ട ആൾക്കാരിലേക്ക് എത്തും, വരേണ്ടവർ നമ്മുടെ ടീമിലേക്ക് വരും. അത് വന്നുകൊണ്ടിരിപ്പുണ്ട്. അത് വന്ന് ഇതിങ്ങനെ വളർന്ന് ഒരുപാട് ആൾക്കാർക്ക് ഒരു പ്രതീക്ഷയും മാറും. ഇപ്പം അനീഷ് എന്താ പറയുക, അനീഷിൻ്റെ ഒരു ഫിസിക്കൽ കണ്ടീഷനിലും ഇങ്ങനെ കൂടെ വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെയുള്ള ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ അവരെങ്ങനെ ആ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളൊരു അതും കുറേ മനസ്സിലാക്കിയിട്ടുണ്ടാവണം. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇന്നിപ്പോൾ നമ്മുടെ കേരളത്തിലാണ് ആദ്യമായിട്ട് ഏതൊരു നമ്മൾ കടയോ സ്ഥാപനമോ എന്ത് വെച്ചാലും അവിടെ കാർ പാർക്കിങ്ങിൽ ഫസ്റ്റ് ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് വേണ്ടിയിട്ട് ഒരു കാർ പാർക്കിംഗ് അവിടെ റിസർവ്ഡ് ആയിട്ട് ഇപ്പോൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. അതിൻ്റെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു ഇനിഷ്യേറ്റീവ് എടുത്തത് തന്നെ അനീഷാണ്. അത് അനീഷ് ഇങ്ങനത്തെ ഒരു കണ്ടീഷനിലെത്തി മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണോ അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാൻ കാരണം? തീർച്ചയായും അതൊരു അനുഭവമായിരുന്നു. നമ്മുടെ കോട്ടയം കളക്ട്രേറ്റ് ഇല്ലേ, കോട്ടയം കളക്ട്രേറ്റ് ഞാൻ ഒരിക്കൽ കളക്ടറെ കാണാൻ വേണ്ടി പോവുക. അപ്പം പോളിയോ വന്ന് ബാധിച്ച് 2 കാലം തളർന്നു പോയ മനുഷ്യൻ ഒരു മുച്ചക്ര സ്കൂട്ടർ അവിടെ വന്നു. അദ്ദേഹത്തിന് അവിടെ എങ്ങും പാർക്ക് ചെയ്യാൻ സ്പേസ് ഇല്ല. എന്നിട്ട് അവിടെ ഇടയില്ലാഞ്ഞിട്ട്, കാരണം അവിടെ അടുത്തെല്ലാം ഉദ്യോഗസ്ഥരൊക്കെ വണ്ടി പാർക്ക് ചെയ്തേക്കുക. ഇദ്ദേഹം വണ്ടി ജില്ലാ പഞ്ചായത്ത് തൊട്ടപ്പുറേ ജില്ലാ പഞ്ചായത്തിനോടെ കൊണ്ട് വണ്ടി ഇട്ടിട്ട് എഴഞ്ഞാണ് വരുന്നത്. ആ മനുഷ്യൻ എഴഞ്ഞാണ് നമ്മുടെ ചങ്ക് പെടയും. അപ്പം എനിക്ക് ആ മനുഷ്യൻ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് കൈകളുണ്ടായിരുന്നു, ഞാൻ എടുത്തേനെ. അപ്പോൾ ആരോഗ്യമുള്ളവരൊക്കെ അവിടെ പാർക്ക് ചെയ്യുന്നു, ആരോഗ്യമില്ലാത്ത ഈ മനുഷ്യൻ ഇവിടെ നിൽക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഗുരുനാഥനായ മാത്യു സാറിനോട് സംസാരിച്ചു. അപ്പം UK എല്ലായിടത്തും പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നമുക്കൊന്ന് മൂവ് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിൻ്റെ വീട്ടിൽ ഞാൻ രാവിലെ പോയി കംപ്ലയിൻറ്റ് കൊണ്ടേ കൊടുത്തു. ശ്രീലേഖ IP അന്നത്തെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ. എനിക്ക് 3-4 മാസത്തിനകം ഉത്തരവ് വന്നു, കേരളത്തിലെ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ഭിന്നശേഷിക്കാർക്ക് പ്രത്യേക പാർക്കിംഗ് സൗകര്യം വേണം. അപ്പം ദൈവം അനീഷിൻ്റെ ലൈഫിൽ തന്നിരിക്കുന്ന ഓരോ നല്ല മാറ്റങ്ങളിലേക്ക് അനീഷ് അതിനെ കൊണ്ടുപോവാണ്. ആ ഓരോ മാറ്റത്തിനായിരിക്കും, കാരണം അന്ന് അനീഷ് ഇനിഷ്യേറ്റീവ് എടുത്തു അല്ലേ. അത് പ്രത്യേകിച്ച് അനീഷിന് ഇത് കൺമുമ്പിൽ കണ്ടു അനുഭവിച്ചറിഞ്ഞപ്പോൾ അനീഷിന് ആ മാറ്റം വരണം തോന്നി. ഇല്ലെങ്കിൽ വേറെ എത്ര നാൾ എടുത്തേനെ വേറൊരു അനീഷ് വന്ന് അത് അങ്ങനത്തെ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ വരണമെങ്കിൽ. അപ്പോൾ അനീഷിന് ദൈവം തന്നിരിക്കുന്ന ഓരോ മുറിവുകളായിക്കോട്ടെ, ഓരോ വേദനകളായിക്കോട്ടെ, ഇന്നിപ്പോൾ അനീഷ് അതെല്ലാം അനുഭവിച്ചത് കൊണ്ട് ഇന്നിപ്പുറത്തെ സൈഡിൽ ഒരുപാട് ആൾക്കാരെ സന്തോഷിപ്പിക്കുകയും അവർക്ക് വേണ്ട കോൺഫിഡൻസ് നൽകുകയും, ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായിടത്തോളം അനീഷിൻ്റെ ലൈഫിൽ വന്ന ഓരോ ഒബ്സ്റ്റക്കിൾസ്, പ്രതിസന്ധികളും എല്ലാ പ്രശ്നങ്ങളും അനീഷ് മുന്നിൽ കണ്ട ഒരു വലിയൊരു സ്വർഗം അല്ലെങ്കിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈഫുണ്ട്. അതിലേക്കുള്ള ഓരോരോ സ്റ്റെപ്സ് ആയിട്ട് അനീഷ് ഇതിനെ കണ്ടിട്ടുണ്ടാവുള്ളൂ. തീർച്ചയായും അത് അങ്ങനെ തന്നെയാണ്. മാത്രമല്ല ഇപ്പോഴും ചലഞ്ചസ് ഉണ്ട് കേട്ടോ. എൻ്റെ ലൈഫിൽ ചലഞ്ചസ് ഒരിക്കലും തീരുന്നില്ല. അതെ, പക്ഷെ ആ ചാലഞ്ചസ് എല്ലാം എനിക്ക് തോന്നുന്നു അനീഷ് വളരെ ഒരു ഈസി സ്റ്റെപ്സ് ആണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ള. ചലഞ്ചസ് ആണ് നമ്മളെ വളർത്തുന്നത്. പലപ്പോഴും ഇപ്പോഴത്തെ ന്യൂജനെ കുറിച്ചൊരു കംപ്ലൈന്റ് ഇല്ലേ, അവർക്ക് ചലഞ്ചസ് ഇല്ല എന്നുള്ളതാണ്. അവർക്ക് ചലഞ്ചസ് ഇല്ലാത്തതുകൊണ്ട് അവർ വളരാത്ത. എതിർക്കാനൊരു ശക്തി ഉണ്ടെങ്കിൽ നമുക്ക് സത്യം നമ്മൾ കൂടുതൽ വളരത്തുള്ളൂ. വില്ലൻ സ്ട്രോങ് ആണെങ്കിലേ ഉള്ളൂ നായകൻ ഹീറോ ആകത്തുള്ളൂ. ഇപ്പൊ തുടരും സിനിമയിലെ മോഹൻലാൽ ലാലേട്ടൻ ഹീറോ ആകാൻ കാരണം എന്താ? അത് ജോർജ് സാറാ. ജോർജ് സാറ് സ്ട്രോങ് ആയണ്ട. സത്യത്തിൽ നമ്മുടെ പിള്ളേർക്ക് ജോർജ് സാർ ഇല്ല. ന്യൂജന് എല്ലാം പേരൻസ് അങ്ങ് ഇട്ട് കൊടുത്തോണ്ടിരിക്കുക. പരീക്ഷ എന്ത് ചെയ്താലും പാസ്സാകുക. ഈ ജെൻസി ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ജെൻസി പിള്ളേരെ കുറിച്ച് കമ്പനികളുടെ കംപ്ലൈന്റ് എന്താണെന്നറിയോ? പകല് വന്നിരുന്ന് ഉറങ്ങുക, കമ്മിറ്റ്മെന്റ് കുറവാണ്, 3 മാസമൊക്കെ പണിയെടുക്കത്തുള്ളൂ, അതിന് വേറെ കമ്പനിക്ക് പോവുക, നിൽക്കുന്നില്ല. അതിൻ്റെ കാര്യം വെച്ചാൽ ഇവർ ലൈഫിൽ ഇതുവരെ ചലഞ്ച് അനുഭവിച്ചിട്ടില്ല. അപ്പനും അമ്മയും ഭക്ഷണത്തിന് വേണ്ടിയിട്ടും വീട്ടിലെ കടം തീർക്കാൻ വേണ്ടിയിട്ടും EMIക്ക് വേണ്ടിയിട്ടും കഷ്ടപ്പെട്ട ആൾക്കാരാണ്. ഇവരെ സംബന്ധിച്ചോളം അങ്ങനത്തെ ഒരു സാധനം ലൈഫ് എല്ലാം നേടി വെച്ചിട്ടുണ്ട്. ഇവരുടെ കാര്യങ്ങൾ കടിച്ചു വിളിച്ച് പോയാൽ മതി. അതുകൊണ്ടാണ് ഈ കമ്മിറ്റ്മെൻ്റ് എന്നുള്ള സാധനം ഉള്ളവരുണ്ടെങ്കിൽ നാളെ എനിക്ക് വർക്കുണ്ടെങ്കിൽ ഇന്ന് നേരത്തെ കിടന്നുറങ്ങാന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് തിരിച്ചത് അതുകൊണ്ടാണ്. അപ്പം ഇന്ന് സിനിമ, ഇന്നത്തെ എൻ്റെ സന്തോഷം. എന്നിട്ട് നാളെ ഓഫീസിൽ പോയിരുന്ന് വായിക്കോട്ട് വിടുക. ഇതിനെ സ്കൂളുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, കോളേജുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ചലഞ്ച് ഞാൻ ക്ലാസ്സിൽ ഈ
രസകരമായി കുറേ ചെയ്യുമ്പോൾ ഞാൻ പറയും, നിങ്ങൾ അടുത്തിരിക്കുന്ന ആളെ തലയിൽ കൈവെക്കാൻ പറയും, ഇവരെ അങ്ങോട്ടും കൈ വെക്കും. ദൈവം നിങ്ങൾക്ക് സമൃദ്ധമായിട്ടുള്ള ചലഞ്ചസ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ പറയും. അപ്പോൾ അയ്യോ അങ്ങനെ പറയുമെന്ന് പറയും. അല്ല, അങ്ങനെ പറയണം. ദൈവം നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചലഞ്ചസ് തരട്ടെ, ആ ചലഞ്ചസിനെ തരണം ചെയ്യാനുള്ള ശക്തിയും നിങ്ങൾക്ക് തരട്ടെ. അപ്പം നമ്മൾ ഇനിയും ഇമ്പ്രൂവ് ചെയ്യും. എങ്കിലും അവിടെ പറയത്തുള്ളൂ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദിവസം 1-ാം തീയതിയാണ്, ശമ്പളം കൊടുക്കുന്ന ദിവസം. സാധാരണ ആൾക്കാർക്ക് ഇഷ്ടമില്ലത്തില്ല, എനിക്ക് ഇഷ്ടമാണ് ശമ്പളം കൊടുക്കാൻ. അപ്പം അത് കാരണം ഞാൻ മുഖാന്തിരം പറഞ്ഞ് ശമ്പളം കൊടുക്കുമല്ലോ. അപ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഈ കാല് മാറുന്ന സമയത്ത് ഒരു മാസം എനിക്ക് കാലിന് ഭയങ്കര വേദനയാണ്. ഇതിങ്ങനെ സെറ്റായി വരാൻ ഭയങ്കര പാടാണ്. ഇടയ്ക്കിടയ്ക്ക് പൊട്ടും, ചിലപ്പോൾ ഇൻഫെക്ഷൻ വരും, ചിലപ്പോൾ എനിക്ക് ഒരാഴ്ച 2 ആഴ്ചയൊക്കെ കാലൂരി വെച്ചിരിക്കേണ്ടി വരും. പക്ഷേ ഈ സമയത്ത് എനിക്ക് ആവേശം നൽകുന്നത് വെച്ചാൽ ഇവർക്ക് ശമ്പളം കൊടുക്കണം എന്നുള്ള ചിന്തയാണ്. അപ്പോൾ എനിക്ക് വേണ്ടി ഞാൻ വർക്ക് ചെയ്ത് ചിലപ്പോൾ ഞാൻ മടിയനാകും, ഇവർക്ക് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ മടി ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മുടെ ലൈഫിൽ നമുക്ക് കുറേ എന്നതിന് പകരം നമുക്ക് ഈ ലോകത്ത് എന്ത് കൊടുക്കാം എന്നൊരു ചിന്ത ഉണ്ടാക്കിയാൽ മതി. അത് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നല്ല, അതിന് എല്ലാവർക്കും ചലഞ്ചസ് വരുന്നത് നല്ലതാണെന്നാണ്. എന്തായാലും അനീഷായിട്ട് സംസാരിച്ച് ഇത്ര സമയങ്ങളിൽ അനീഷിനെ കുറിച്ച് അറിയാൻ പറ്റിയതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. ഇത്തരത്തിലുള്ള ഒരുപാട് അനീഷ് മോഹൻ, അതെ, ഇങ്ങനെ ഒരുപാട് ഇത്തരത്തിലുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവട്ടെ. അതിനൊക്കെ ഹഗ് ഇന്റർനാഷണലിന് പറ്റട്ടെ. കൂടുതൽ ആൾക്കാർ ഇതേപോലത്തെ അനീഷുമാരെ ഉണ്ടാക്കിയാൽ നമ്മുടെ സൊസൈറ്റി, നമ്മുടെ നാട്, അങ്ങനെ നമ്മുടെ രാജ്യം ഒക്കെ എത്ര സൂപ്പറായിട്ട്, എത്ര നല്ല രീതിയിലേക്ക് വരും അല്ലേ? ഉറപ്പായിട്ടും. ഞാൻ ചിന്തിക്കുമായിരുന്നേ, ഇപ്പം എന്നെക്കാളും മിടുക്കരായ ഒരു 10 ലക്ഷം പേര് കേരളത്തിലുണ്ട്. ഇപ്പം ഞാൻ കാരണം 50 കുടുംബങ്ങളെ പോട്ടെ, 10 കുടുംബമായിട്ട് വിചാരിച്ചാൽ മതി. ഈ 10 ലക്ഷം പേര് 10 കുടുംബങ്ങളെ സഹായിക്കാൻ പോയാൽ 1 കോടി കുടുംബങ്ങൾ രക്ഷപ്പെടും. അത് ഒരുപാട് പേർക്ക് തൊഴിലുണ്ടാവും ഇവിടെ പറഞ്ഞു. ഞാൻ മുഖാന്തരം 50 ഉണ്ട്, 50 വേണ്ട, ഒരാൾ 10 മതി. അത് നമ്മുടെ പിള്ളേർ തിരിച്ചറിഞ്ഞാൽ മതി. ബ്യൂട്ടിഫുൾ അനീഷ്, ഒരുപാട് സന്തോഷം. അപ്പം അത്രയും നമ്മുടെ നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സൊസൈറ്റീനെ ഉണ്ടാക്കിയെടുക്കാൻ ഹഗ് ഇന്റർനാഷണലിന് പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തൊരു ഇന്റർവ്യൂ ആയിരുന്നു കേട്ടോ. ഭയങ്കര അതൊരു ഇന്റർവ്യൂ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തേ ഇല്ല. നമ്മളിങ്ങനെ വേറെ കാഷ്വൽ ആയിട്ട് സംസാരിക്കത്തില്ലേ. സാധാരണ ഞാൻ ഇച്ചിരി ഇന്റർവ്യൂ ഒക്കെ ഇച്ചിരി ഇങ്ങനെ ശ്രദ്ധിച്ചൊക്കെ ഇരുന്നത്, ഇതൊന്നും എനിക്ക് വളരെ ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റും. അത് ആ ഇന്റർവ്യൂ ചെയ്ത ആളുടെ ക്വാളിറ്റിയാണ് കേട്ടോ. എന്നെ ഇതൊരു ചെയ്തതിൽ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. താങ്ക് യു അനീഷ്, താങ്ക് യു സോ മച്ച്. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.